ഇന്ന് 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 രാത്രിയിലും അവിടുത്തെ സന്നിധിയിൽ നമ്മൾക്കായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. आज के ये समय में भी प्रभु की उपस्थिति में बने रहने के लिए प्रभु मौका दिया, उसके लिए धन्यवाद। ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ സൂം മീറ്റിൽ സംസാരിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. एक और बार फिर से जूम मीटिंग में इस तरह संगति करने के लिए जो मौका दिया उसके लिए धन्यवाद। കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഇതുപോലെ സൂം മീറ്റിൽ കൂടി സംസാരിച്ചു നിങ്ങളോട്. इसके पहले भी मैं आप लोगों से जूम मीटिंग में बात किया हूँ। പിന്നെയും വീണ്ടും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और आज फिर से प्रभु ने मौका दिया, इसके लिए मैं प्रभु को धन्यवाद देता हूँ। നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. हम सब इस वचन को जानते हैं, उसी से हम थोड़ा बात करना चाहता हूँ। നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാ का सुसमाचार 10वां अध्याय से मैं बात करना चाहता हूँ। ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സബ് ഹെഡിങ് കൊടുക്കുക നല്ല ഇടയൻ ആകുന്ന യേശുവിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. उस अध्याय को अगर हम लोग उसका शीर्षक देंगे तो हम वहां पर देख सकते हैं कि एक अच्छा चरवाहा करके हम देखते हैं। അതിന്റെ 10-ാം അധ്യായം ഞാൻ ഒന്ന് വിഭജിക്കാൻ ആഗ്രഹിക്കുക. उसका बस 10वां वाक्य मैं बताना चाहता हूँ। അതുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ उसका 1 से 6 जब हम पढ़ते हैं, ആടുകൾ അതുപോലെ തന്നെ ഇടയൻ അതുപോലെ ആടുകളെ കവർച്ച ചെയ്യുന്നതായിട്ട് നല്ല ഇടയനല്ലാത്ത ആൾക്കാരെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. वहां पर हम लोग चरवाहा को देखते हैं, भेड़ को देखते हैं, और ऐसे लोग भी देखते हैं जो प्रभु कहता है कि अच्छे चरवाहा नहीं है। അതിന്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ उसका 7 से 10 तक हम पढ़ते हैं। നമ്മുടെ വാതിൽ ആരാണ് എന്ന് അവിടെ പറയുന്നതായി നമുക്ക് വായിക്കാൻ കഴിയും. हमारा दरवाजा कौन है वहां पर हम देखते हैं। അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ और उसका 11 से लेकर 14 तक നമ്മുടെ നല്ല ഇടയനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. हमारा अच्छा चरवाहा को हम देखते हैं। നമ്മുടെ ഇടയൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और हमारा चरवाहा किस रीति का है, किस तरह है, वो बात को हम देखते हैं। അതിന്റെ 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ 15 से लेके 30 तक നമ്മുടെ സുരക്ഷതയെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. हम लोग किस रीति से सुरक्षित है ये बात वहां पर बताया गया है। 31 മുതൽ അതിന്റെ 41 വരെയുള്ള കാര്യങ്ങളിൽ വായിക്കുമ്പോൾ और 31 से लेकर 41 से हम पढ़ते हैं, യേശുവിന്റെ തിരസ്കരണം അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. वहां पर यीशु को ठुकराया जाने का विषय में हम देखते हैं। അത് നമ്മൾ ഈ വായിക്കുമ്പോൾ നമ്മൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ഭാഗങ്ങളിൽ നമ്മുടെ നല്ല ഇടയൻ ആരാണ് എന്നുള്ളത് വ്യക്തമായി നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. इस भागों को पढ़ते समय में हम अच्छी तरह समझ सकते हैं कि हमारा अच्छा चरवाहा कौन है। ഞാൻ അതിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. आज मैं 1 से लेकर 15 तक वो वाक्यों को लेकर बात करना चाहता हूँ, उसी को आधार बनाकर। നമ്മുടെ യേശു കർത്താവിന്റെ അവകാശവാദമാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ളത്. और यहाँ पर यीशु मसीह इस ऐसा विषय को कहता है कि मैं एक अच्छा चरवाहा हूँ, जो उनको कहने का इस बात का हक है। ഈ അവകാശവാദം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കർത്താവിന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. और ये हक की बात ये सिर्फ हमारा प्रभु ही कह सकता है, അത് വേറെ ആർക്കും അത് പറയാൻ സാധിക്കുകയില്ല. उसके अलावा और कोई ऐसा नहीं कह सकता। എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയൻ നല്ല ഇടയൻ എന്ന് പറയുന്നതെന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और हम देख सकते हैं कि क्यों वहां पर अच्छा चरवाहा करके बोला गया है। ഇവിടെ നല്ല ഇടയന്റെ ചില ഗുണവിശേഷങ്ങളെ കുറിച്ചാണ് ഞാൻ അന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. और ये अच्छा चरवाहा का अच्छा गुण के बातों को मैं बताना चाहता हूँ। അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 से 7 तक जब हम पढ़ते हैं, ഇങ്ങനെ ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന്റെ ശബ്ദം ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു.
ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായ്ക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. यस यस, एक के सात तक हमने पढ़ा अभी. അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഞാൻ വാതിലാകുന്നു എന്ന് അന്ന് അവിടെ പറയുന്നതായിട്ട് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. तो यहाँ पर एक बात को जो 7वां वाक्य में कहा है कि मैं सच सच कहता हूँ कि भेड़ का दरवाजा मैं हूँ. ഞാൻ ഇത് വായിച്ചതിന്റെ ഉദ്ദേശം, मैं इतना पढ़ने का उद्देश्य, കേൾവി അനുഗ്രഹമായി തീരുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. और हम समझ सकते हैं कि सुनना एक आशीष की बात है. വായിക്കുന്ന ആളുകൾക്ക് അത് അനുഗ്രഹമായി തീരും. पढ़ने वालों को आशीष हो जाता है. അത് മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് കണ്ണൊഴിക്കുമ്പോൾ നമ്മൾക്ക് ഇരട്ടി മധുരം അവിടെ ലഭിക്കുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और इसको अगर हम ध्यान से देखेंगे तो उसका दुगना स्वाद हमको अनुभव करने मिलेगा. നമ്മുടെ നല്ല ഇടയന്റെ ഏറ്റവും വിശേഷമായ ഗുണവിശേഷങ്ങളാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. हमारा अच्छा चरवाह का एक अच्छा गुण को हम यहाँ पर देखते हैं. നമ്മൾക്ക് അതിന്റെ 10-ാം അധ്യായം 3-ാം വാക്യവും അതിന്റെ 14-ാം അധ്യായവും 14-ാം വാക്യവും 27-ാം വാക്യവും ഒന്നുകൂടി ഒന്ന് വായിക്കാം. അതിന്റെ 10-ന്റെ 3 ഒന്ന് വായിക്കാം. 10 का 3 हम पढ़ते हैं. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. उसके लिए द्वारपालक द्वार खोलता है और भेड़ उसका शब्द सुनती है और वह अपने भेड़ों को नाल को लेकर बहुता बुलाता है और बाहर ले जाता है. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത്, ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. 14 में हम पढ़ते हैं कि अच्छा चरवाह मैं हूँ, जिस तरह पिता मुझे जानता है मैं पिता को जानता हूँ, इस तरह मैं अपने भेड़ों को जानता हूँ. അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കാം, ഞാൻ അവയെ 27 അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. 27 में हम देखते हैं कि मेरे भेड़ मेरे शब्द सुनती है और मैं उन्हें जानता हूँ और वो मेरे पीछे पीछे चलती है. അതാണ് നമ്മൾക്ക് അവിടെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. അതിന്റെ 3-ാമത്തെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് എന്നെ അറിയുന്ന ഒരു ഇടയനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 14 वाक्य में पढ़ते समय में एक ऐसा चरवाह को जानते हैं जो हमें जानता है. അതിന്റെ 3-ാമത്തെ വാക്യം അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ 14-ഉം 27-ഉം വാക്യം വായിക്കുവാൻ ഇടയായത്. और तीसरा वाक्य में चरवाह का विषय का स्पष्टता को और अधिक बताने के लिए मैंने 14 और 20वां वाक्य पढ़ा. അത് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്ന ആടുകളെ അറിയുന്ന ഇടയൻ എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हम वहां पर हम पढ़ सकते हैं कि भेड़ों को जानने वाला चरवाह. നമ്മളെ പലരും അറിയുകയും ചെയ്യുന്നുണ്ട്, हम बहुत से बातें जानते हैं നാം പലരെ അറിയുകയും ചെയ്യുന്നുണ്ട്. और हम बहुत लोगों को जानते हैं. എന്നാൽ എത്രമാത്രം അത് യാഥാർത്ഥ്യമായി തീരുന്നു, എത്രമാത്രം നമ്മളെ അറിയുന്നു എന്ന് നമ്മൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. पर अपने आप में सोचे कि वो उस जानना में कितना सच्चाई है. എന്നാൽ നമ്മളെ മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. परंतु हमको संपूर्ण रीति से जानने वाला एक परमेश्वर भी है. നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. हमारे सब बातों को समझने वाला एक परमेश्वर है. നമ്മുടെ വേദനകൾ, നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ശാരീരികമായും ആത്മീകമായും അതുപോലെ തന്നെ മാനസികമായുള്ള പ്രയാസങ്ങൾ എല്ലാം അറിയുന്ന ഒരു കർത്താവുണ്ട്. हमें ऐसा एक प्रभु है जो हमारा सब कुछ जानता है. हमारा किस प्रकार का रोग है, किस प्रकार का हमारा बातें है, हमारा विचार है, हमारा आत्मिक दशा, हमारा मानसिक दशा, ये सब बातें हमारा प्रभु जानता है. അതുപോലെ അറിയുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और ये समझ सकते हैं कि इस रीति से गहराई से जानने वाला और कोई नहीं है. എന്നാൽ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നാം അറിയുന്നു, പ്രധാനമന്ത്രി നമ്മളെ അറിയുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. हम जरा सोच के देखो, हमारा देश का जो प्रधानमंत्री है, हम प्रधानमंत्री को जानते हैं, लेकिन क्या प्रधानमंत्री हमें जानता है क्या? നമുക്ക് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വായിക്കുവാൻ കഴിയുന്നുണ്ട്. गलतियों का पुस्तक 4 का 6 में हम इस रीति से पढ़ते हैं. ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നത്,
और നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. उसका वाक्य 6 में हम पढ़ते समय में हम देखते हैं, और तुम जो पुत्र അതിന്റെ हो, इसलिए परमेश्वर ने अपने पुत्र के आत्मा को जो हे अब्बा हे पिता कहकर पुकारता है, हमारे हृदय में भेजा है। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മളെ അവിടെ അറിയുന്ന ഒരു ദൈവം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. यहाँ पर भी हम देख सकते हैं कि एक पिता है, एक परमेश्वर है जो हमें जानता है। നമ്മളെ മുറ്റും അറിയുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. प्रभु को धन्यवाद दे कि हमें पूर्ण रीति से जानने वाला एक चरवाहा है। രണ്ടാമതായി നാം നോക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അവന് വാതിൽ കാവൽക്കാരന് തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 10:3 में हम पढ़ते समय में हम देखते हैं कि द्वारपालक जो है वो द्वार खोल देता है और भेड़ उसका शब्द सुनता है और वो अपने भेड़ का नाम लेकर बुलाता है और वह बाहर ले जाता है। അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുകയും ആടുകൾ അവന്റെ ശബ്ദം അറിയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और वाक्य 4 में हम पढ़ते हैं कि जैसे ही वो भेड़े बाहर निकलकर चलने लगते हैं तो वो चरवाहा जो है उनके आगे आगे चलता है और भेड़ उनके पीछे पीछे चलता है क्योंकि वो उनके शब्द पहचानती है। നമ്മളെ അതിന്റെ 27-ാമത്തെ വാക്യം പിന്നെയും വായിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു, അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 27 में हमने देखा कि मेरा भेड़ मेरे शब्द सुनती है और मैं उन्हें जानता हूँ और वह मेरे पीछे पीछे चलती है। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ആടുകളെ നയിക്കുന്ന ഒരു ഇടയനെയാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. यहाँ पर हम देखते हैं कि भेड़ों को चलाने वाला एक चरवाहा को हम देखते हैं। അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും അവനെ അറിയുന്ന ആടുകൾ അവനെ അറിയുമ്പോൾ അവൻ ഇടയൻ ആടുകളെ അറിയുന്ന ഒരു വലിയവനായ ദൈവമാണ് നമ്മൾക്കുള്ളത്. हमारे एक ऐसा प्रभु है जो हमें बाहर लेकर चलता है और एक अच्छा चराई देकर हमें तंदुरुस्त करता है और वो सभी भेड़ों को वो जानता है। ऐसा चरवाहा जो भेड़ों को जानने वाला चरवाहा। എന്നാൽ നമുക്ക് ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നത്, ലീഡർ എന്ന ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നത്, വഴി അറിയുന്നവനാണ്, പോകുന്നവനാണ്, മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുന്നവനാണ് എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम देखते हैं कि ऐसा एक कहावत है कि जिसको रास्ता मालूम है, जिसको रास्ते के बारे में विषय जानता है, वो ही चला सकता है। എന്നാൽ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് ഇതാ വഴി എന്ന് പറയുന്ന ഒരു കർത്താവിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और हम ऐसा देख सकते हैं कि हम एक ऐसा प्रभु को देखते हैं कि जो कहता है कि देखो ये है मार्ग और ये है रास्ता। ഇത്ര നല്ലൊരു നാഥനെ നമ്മളെ നയിക്കുവാൻ, ഇത്ര ഒരു നല്ല ഇടയൻ നമ്മളെ നയിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് ഭയപ്പെടുവാനുള്ളത്? इस तरह का अद्भुत चरवाहा हमारे पास है तो फिर क्यों हमें डरना है? ആടുകൾ അതുകൊണ്ടാണ് അവൻ പേർ ചൊല്ലി പുറത്തു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ വായിക്കാൻ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് ഒരു വിധത്തിലും പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. और आपने यहाँ पर पढ़ा कि भेड़ों का चरवाहा का खासियत यह है कि वो सभी भेड़ों का नाम जानता है और भेड़ उनका चरवाहा का शब्द को सुनता है और वो सुन से उनके पीछे पीछे आता है। അതിന്റെ വീണ്ടും നമ്മൾ 10-ാം അധ്യായം 3-ാം വാക്യവും 4-ാം വാക്യവും അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തന്റെ ആടുകളോട് സംസാരിക്കുന്ന ഒരു ഇടയനെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 10:3, 4 और 27 पढ़ते समय में हम देखते हैं कि ऐसा चरवाहा जो अपने भेड़ों से बात करता है। നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, അവയോട് സംസാരിക്കുന്നു, അവന്റെ ശബ്ദം ആടുകൾ കേട്ട് അവനെ അനുഗമിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. चरवाहा अपने भेड़ों का नाम से पुकारता है और पुकारते समय में भेड़ उसका आवाज सुनता है, उसको शब्द सुनकर उसके पीछे पीछे चलता है। നമ്മൾക്ക് ഉദാഹരണമായി നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് കർത്താവ് യഥാർത്ഥമായി സംസാരിക്കുന്ന അവസ്ഥ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. उत्पत्ति का पुस्तक 22वां अध्याय पढ़ते समय में हम वहां पर परमेश्वर अब्राहम से बात करते हुए बातों को हम देखते हैं।
ഇപ്രകാരം അബ്രഹാമിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കണം എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और वहां पर उस अध्याय में प्रभु कहता है कि तू जो अपना एकलौता पुत्र से जो तू प्यार करता है उसका तू बलि दे। നമ്മൾക്കറിയാം എത്രമാത്രം മാനസികമായ രീതിയിലും ശാരീരികമായ രീതിയിലും താൻ വിഷമിക്കുന്നു എന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. എന്നാലും അവൻ കർത്താവ് പറഞ്ഞത് അനുസരിക്കുവാൻ തക്കവണ്ണം കടപ്പെട്ടവനാണ് എന്ന് നമ്മൾക്ക് അത് വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि परमेश्वर जानता है कि अब्राहम अपना बेटे से कितना प्रेम करता है, परंतु यहाँ पर अब्राहम का ये जिम्मेदारी है कि परमेश्वर ने जो कहा वो उसका बात सुने। നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ പുത്രൻ തന്റെ പിതാവിനോട് സംസാരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और वहां पर अपना पुत्र परमेश्वर से बात करता है, हम देखते हैं। അതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമിനോട് തന്റെ പുത്രൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പ വിറകുണ്ട്, അതുപോലെ കത്തിയുണ്ട്, അറക്കുവാനുള്ള ആട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തന്റെ മാനസിക സ്ഥിതി എപ്രകാരമായിരുന്നു എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. वाक्य 7 में वहां पर इसहाक अपना पिता को पूछता है कि देखो बलि करने के लिए बलि करने के लिए लकड़ी तो है और देखो आग भी है, चाकू भी है, परंतु ये सब जो पशु कहाँ पर है जिसके ऊपर बलि करना है, वो पशु किधर है करके पूछते समय में, या भेड़ किधर है पूछते समय में अब्राहम का मानसिक अवस्था क्या हुआ होगा। നമുക്ക് ഏലിയാവിനോട് കർത്താവ് സംസാരിക്കുന്ന ആ കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. एली के साथ जब बात करते समय में हम देखते हैं അങ്ങനെയാണ് ആദ്യം ഒരു വലിയ കാറ്റ് വന്നു, അത് കഴിഞ്ഞ് മന്ദമായ ഒരു കാറ്റ് വന്ന് ഏലിയാവിനോട് കർത്താവ് സംസാരിക്കുന്ന ഇടപെടുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. पहले एक जोर से बड़ा आंधी आया, उसके बाद छोटा सा एक हवा में परमेश्वर ने बात किया। നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ നമ്മൾക്ക് അവിടെ കണ്ടത് തന്റെ ആടുകളോട് സംസാരിക്കുന്ന ഒരു ഇടയനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. तो इसके लिए परंतु യോഹന്നാ में हम देखते हैं कि अपना भेड़ों से बात करने वाला एक चरवाहा, കർത്താവ് നമ്മളോട് സംസാരിച്ച് നമ്മളോട് ഇടപെട്ടു. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കർത്താവിനെ അറിയുവാൻ നമ്മൾക്ക് വേണ്ടി സ്വന്തം രക്തം തന്ന് നമ്മെ വീണ്ടെടുത്ത തന്റെ ജനത്തോടെ എപ്രകാരം സംസാരിക്കുന്നുവെന്ന് അവന്റെ സംസാരം നമ്മൾ കേൾക്കുവാൻ നാം അവൻ കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ അവന്റെ സ്വരം അവന്റെ സംസാരം നമ്മൾക്കും കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. हम जानते हैं कि हमारा प्रभु हमसे बात करते हैं, उस रीति से अगर हम अपने आप को समर्पण करके उस बोलने वाला प्रभु को अगर हम लोग अपने आप को समर्पण करें तो हम उनका आवाज सुन पाएंगे। നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് നാലാമതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 10-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യവും വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. वाक्य 3 में हम वहां पर हम देखते हैं कि अगला बात को कि वो भेड़ों को अपना नाम लेकर बुलाता है। നമ്മൾക്കറിയാം നമ്മുടെ കർത്താവിന് നമ്മുടെ പേരറിയാം. तो अब ये बात जानते हैं कि प्रभु हमारा नाम जानता है। അവൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചതിന്റെ നമ്മുടെ പേര് വിളിച്ച് നമ്മളെ വേർതിരിച്ചതാണ്. उन्होंने हमें जब बुलाकर हमें अलग किया, हमारा नाम बुलाकर उन्होंने अलग किया था। നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മുടെ കർത്താവിന് അറിയാം. हम सबका नाम प्रभु जानता है। ഈ ആടുകൾ ആ ഇടയന്റെ ശബ്ദം കേൾക്കുകയും ആ ആടുകൾ അവന്റെ ശബ്ദം കേട്ട് അവനെ പിൻഗമിക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. यहाँ पर हम देखते हैं कि जो भेड़ है वो अपना चरवाहा का शब्द को वो लोग सुनती है और फिर वो लोग बाहर निकलकर ये चरवाहा के पीछे पीछे चलती है। തന്റെ ആടുകളെ ആ നല്ല ഇടയൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ये अच्छा चरवाहा हम सबका नाम बुलाकर हमें बाहर लेता है। എന്നാൽ നമ്മൾക്ക് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നത് അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ ഓടിപ്പോകുന്നുവെന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वाक्य 5 में हम पढ़ते समय में, परंतु जो पराई है उनके पीछे वो नहीं जाएगी, परंतु उसे वो भागती है क्योंकि पराई का शब्द नहीं पहचानती। നമ്മൾക്കറിയാം ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്ക് എണ്ണ തിട്ടപ്പെടുത്തുവാൻ സാധിക്കില്ല. जैसा आप जानते हैं कि जो आकाश में जो सितारे हैं उनको हम कभी गिन नहीं सकते। നമ്മൾക്കറിയാം വാനശാസ്ത്രന്മാർക്ക് പോലും എത്ര നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് പോലും അവർക്കും അത് അറിയാൻ സാധിക്കില്ല. हम जानते हैं कि अभी के साइंटिस्ट लोग भी ये बात बता नहीं सकते कि कितने सितारे हैं। എന്നാൽ നമുക്ക് 147-ാം സങ്കീർത്തനം
അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നമ്മൾക്ക് വായിക്കാം. भजन संगीता 147 का 4 जब हम पढ़ते हैं, നമ്മൾക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 147 ആണോ? 147 അതിന്റെ 4. हाँ, वाक्य 4 पढ़ना 147 का. वह तारों को गिनता और उनमें से एक एक का नाम रखता है. അവിടെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പേർ ചൊല്ലി വലിയവനായ ദൈവം ഓരോ നക്ഷത്രങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്നതായി നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि परमेश्वर जो है एक एक सितारों को वो गिनते हुए उनका नाम लेकर उन्हें पुकारता है. അതിന്റെ എണ്ണം യഥാർത്ഥമായി അറിയാവുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. बस सितारों का गिनती कितना है करके जानने वाला वो सिर्फ एक ही व्यक्ति है, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. हमारा प्रभु यीशु मसीह. സ്തോത്രം. നമ്മുടെ കർത്താവ് ഇത്രമാത്രം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ആകിയാൽ സ്തോത്രം ചെയ്യാം. हमारा प्रभु इतना ऊंचा और महान है, उसके लिए धन्यवाद. നമ്മൾക്ക് 5-ാമതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, 10-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്, തന്റെ ആടുകൾക്ക് മുൻപേ നടക്കുന്ന ഒരു ഇടയൻ. हम लोग उसका 10 का 4 में जब पढ़ते समय में हम देखते हैं कि हमारा चरवाहा एक ऐसा चरवाहा है जो भेड़ों का आगे आगे चलता है. നമ്മൾക്കറിയാം, പിൻപേ പോകുന്ന ഒരു ഇടയനല്ല. हम जानते हैं कि पीछे पीछे चलने वाला चरवाहा नहीं, മുമ്പേ പോകുന്ന ഒരു ഇടയൻ. एकदम आगे चलने वाला एक चरवाहा. നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ക്ഷീണം അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾക്ക് കർത്താവിന് ഉണ്ടായിട്ടുണ്ട്. हम जानते हैं कि प्रभु जब इस दुनिया में था तो उनको कमजोरियां होती थी. ശമരിയ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുന്ന കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. प्रभु जब शमरिया स्त्री से बात करते समय में वहां पर एक प्यासा प्रभु को हम देखते हैं. സാമ്പത്തികമായ പ്രയാസം അനുഭവിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और धन के विषय में प्रभु को तकलीफ हुआ, परेशानी हुआ. കാരണം നമ്മുടെ കർത്താവിന് കരം കൊടുക്കുവാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ നമ്മൾക്ക് അവിടെ അറിയാം, പത്രോസിനോട് പറയുന്നുണ്ട്, നീ ചൂണ്ടലും കൊണ്ടുപോയി സമുദ്രത്തിൽ പോയി ഒരു മീനെ പിടിച്ച് അതിന്റെ വായിൽ നിന്ന് കിട്ടുന്ന ആ പണം കൊണ്ട് എന്റെയും നിന്റെയും കരം അടയ്ക്കുവാൻ പറയുന്ന നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और जब चुंगी देने का विषय में आते समय में जो टैक्स देना था मंदिर के लिए, वहां पर प्रभु पत्रोस से कहता है कि तू जो मच्छी के लिए तू कांटा डालना और उसमें से जो पैसा तुझे मिलेगा वो मेरा और तेरा नाम का वो तू भर देना. നമ്മുടെ കർത്താവ് ശാരീരിക ക്ഷീണവും ദാഹവും സാമ്പത്തിക പ്രയാസവും അനുഭവിച്ചതായി ഈ ലോകത്തിലായിരുന്നപ്പോൾ അനുഭവിച്ചതായി നമ്മെ പോലെ തന്നെ അനുഭവിച്ചതായി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और एक मनुष्य अपने जीवन में जैसा थकता है, तकलीफ होता है, दुख होता है और जो धन के विषय में कमियां, ये सब रीति जो मनुष्य के जीवन में है, वो प्रभु भी उस हालातों में कमजोरी में गया. അതുപോലെ നമ്മൾക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഭവനത്തിൽ ചേർന്ന് ഉള്ളു നൊന്ത് കരഞ്ഞ കർത്താവിനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യോഹन्ना 11 में हम पढ़ते समय में ऐसे प्रभु को देखते हैं जिन्होंने रोया. കടലിൽ കൂടി നടന്നപ്പോൾ കടലിനെ ശാസിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. जब वो समुद्र के ऊपर चलता था तो उसको शासन करके उसको रोकता था. എന്നാൽ നമ്മൾക്ക് ഒരു കാര്യം അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, പാപം ഒഴികെ സകലത്തിലും നമ്മോട് കൂടെയുള്ള കർത്താവായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. और हम प्राणियों का पुस्तक में पढ़ते हैं कि पाप को छोड़कर बाकी सब विषय में वो हमारे समान हुआ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. इब्रानियों 2 का 17 में हम पढ़ते हैं. അവിടെ ഇപ്രകാരം നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, 17 में हम पढ़ते हैं. അവിടെ അതുകൊണ്ട് ദൈവകാര്യത്തിൽ വിശ്വസ്തന മഹാപ്രതികൾ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 17 पढ़ना. അവസാനം 2-ന്റെ 17-ന്റെ അവസാന ഭാഗം. 17 का आखिरी भाग. അവിടെ നമ്മൾക്ക് ഇവിടെ സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാനിടയായി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. इस कारण उसको चाहिए था कि सब बातों में अपने भाइयों के समान बने. അവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവ് ആടുകൾക്ക് മുൻപേ നടക്കുന്ന ഒരു ഇടയനായിട്ടാണ് നമ്മുടെ വഴികാട്ടിയായി
അവൻ നമുക്ക് മുന്നേ നടക്കുന്ന ഇടയനായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ നല്ല ഇടയന്റെ ഏറ്റവും അതിവിശിഷ്ടമായ ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और ये अच्छा गुण जो हम लोग अपना प्रभु को देखता है कि वो एक ऐसा चरवाहा है जो आगे चलकर हमें मार्गदर्शन दिखाता है, रास्ता दिखा के चलाता है। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചതായി നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि प्रभु के पास एक स्त्री आया और वो चंगा हो गई। അവന്റെ വസ്ത്രം തൊട്ടു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. और वहां पर उसने प्रभु का वस्त्रों को छुआ। ആ വസ്ത്രം തൊട്ടതിന് ശേഷം അവൻ ആ വസ്ത്രം തൊട്ടതിന്റെ ഫലമായി സ്ത്രീ സൗഖ്യം പ്രാപിച്ചു, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और उसने प्रभु का वस्त्रों को छूने की वजह से वो चंगा हो गए, और उस चंगाई में हम देखते हैं कि प्रभु में से सामर्थ जो शक्ति है वो बाहर निकला। എന്നാൽ നമ്മൾക്ക് അവിടെ കർത്താവ് പറയുന്നുണ്ട്, എന്നെ തൊട്ടത് ആരെ എന്ന് ചോദിക്കുന്നുണ്ട്. और प्रभु वहां पर पूछता है कि किसने मुझे छुआ। എന്നാൽ നമ്മൾക്കറിയാം, ശിഷ്യന്മാർ പറയുന്നത് ഇത്രമാത്രം ജനസമൂഹങ്ങൾ നിൽക്കുമ്പോൾ നിന്നെ തൊട്ടത് ആര് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാകും? അന്നേരം കർത്താവ് പറയുന്നുണ്ട്, എന്റെ ശക്തി പുറപ്പെട്ടു എന്ന് നമ്മൾക്ക് അവിടെ കർത്താവ് പറയുന്നുണ്ട്. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. और प्रभु कहते, जब चेले लोग पूछते हैं कि देखो इतना यहाँ पर भीड़ है और आप पूछ रहे किसी ने छुआ क्या, तब प्रभु कहता है कि किसी ने मुझे छुआ क्योंकि मेरे में से शक्ति बाहर निकला। നമ്മുടെ വേദനകൾ അറിയുന്ന കർത്താവ്, हमारा നമ്മുടെ ക്ഷീണം അറിയുന്ന കർത്താവ്, നമ്മുടെ രോഗം അറിയുന്ന കർത്താവ്, നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന കർത്താവ്, നമ്മളെ മുറ്റുമായി അറിയുന്ന വലിയവനായ ദൈവം നമുക്ക് മുന്നേ പോയി അവൻ അത് മുഴുവനായി തീർക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന കർത്താവാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. हमारा दर्दों को जानने वाला, वेदना को जानने वाला, बीमारी को जानने वाला, हमारा सब जानकर हमें समझने वाला हमारा प्रभु, हमारा आगे रुककर हमारा सब विषयों में कार्य करने वाला प्रभु है। നമ്മൾക്ക് അതിന്റെ 7-ാമതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത് അതിന്റെ 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. आगे हम लोग बात हम देखते हैं 9 और 10 में। അവിടെ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്, ആടുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല ഇടയനെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. हम एक ऐसा चरवाहा को देखते हैं जो भेड़ों को तृप्त करता है। നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. भलाई बातों में से, भलाई चीजों से तृप्त करता है हमारा प्रभु। അതായത് നമ്മുടെ ആത്മീക നന്മകൾ നമ്മൾക്ക് നമ്മളെ നടത്തുന്ന വലിയവനായ തൃപ്തിപ്പെടുത്തുന്ന വലിയവനായ ദൈവമാണ്. हमारा आत्मिक विषयों में जो हमें तृप्त करता है वो हमारा प्रभु है। 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവസാന വാക്യം ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നത്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और 23वां भजन संगीता में हम देखते हैं कि भलाई और करुणा हमेशा तेरे पीछे रहेगी। നമ്മുടെ വലിയവനായ ദൈവം തന്റെ ആടുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വലിയവനായ ദൈവമാണ് നമ്മുടെ നല്ല ഇടയൻ എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നു. और हम पढ़ते हैं, देखते हैं कि हमारा ऐसा चरवाहा जो अपना भेड़ों को हमेशा तृप्त करके रखता है। നമ്മൾക്കും നമ്മുടെ കർത്താവ് ആത്മീയമായി നന്മകൾ തന്നെ ആത്മീയമായി നമ്മളെ അനുഗ്രഹിച്ച് ആത്മീയമായി നമ്മളെ തൃപ്തിപ്പെടുത്ത ആ വലിയ കൃപയോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കും. प्रभु को धन्यवाद दे कि आत्मिक विषयों में सब प्रकार का भली बातों में वो हमें आत्मिक रीति से तृप्त करके हमारा प्रभु हमें चलाता है। അതിന്റെ പിന്നെ നമ്മൾ 8-ാമതായി നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അതിന്റെ 10-ാം അധ്യായം 11-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ഇടയനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 11 वाक्य में हम पढ़ते हैं कि एक ऐसा चरवाहा है जो अपने भेड़ के लिए अपना प्राण देता है। പ്രിയമുള്ള ദൈവജനമേ, നാം ഈ വാക്യം ഒന്ന് യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. हम इस वचन को हम लोग थोड़ा ध्यान देना। ഒന്നുമില്ല, നമ്മൾ ആരായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നില്ലേ? कुछ भी नहीं तो हम लोग कौन है करके हमारा अवस्था क्या है, ऐसा बात आता है ना हमारा मन में। നമ്മളെ കാണുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയാത്ത സ്ഥാനത്ത് हमें कोई बचा नहीं सकता था, हमारा छुटकारा नामुमकिन था, ऐसे अवस्थे में ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തുവെങ്കിൽ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുപ്പിന്റെ വിലയെ നമ്മൾക്ക് ഈ രാത്രി സമയം ഓർക്കാം.
हम लोग याद करें, स्मरण करें, जो हमारा कुछ भी हमारा लायक नहीं था, बच नहीं सकते थे, ऐसा अवस्था में हम एक ऐसा प्रभु को देखते हैं जो अपना भेड़ों को अपना प्राण देकर बचाने वाला, ऐसा महान प्रभु जो अपने अपने हमें बचाने के लिए अपना जीवन देकर हमें बचाकर संभालने वाला प्रभु। ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് പോകുവാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. लूका का पुस्तक उसका 16 का 26 में पढ़ते समय में वहां पर हम देखते हैं कि वहां पर एक बहुत बड़ा एक भारी गड्ढा या एक बड़ा फर्क था, गैप था वहां पर, जिसके वजह से यहाँ से कोई उधर नहीं जा सकता और उधर से कोई इधर नहीं आ सकता। നമുക്കറിയാം ആ ലാസറിനോടും ആ ധനവാനോടും ഉള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. तो एक यहाँ पर लाजरस और धनवान के विषय में कहा है। അതുപോലെ തന്നെ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പരിഹസിച്ച് തീർന്ന ശേഷം അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और मत्ती का पुस्तक उसका 27 का 37 में हम पढ़ते समय में परीक्षा हो जाने के बाद फिर उसका थट्टा उड़ाने के बाद फिर उसको क्रूज पर लेकर गया। അവന്റെ ക്രൂശിനരികിൽ വന്ന് അവനെ നിന്ദിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരിഹസിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവന്റെ മുഖത്ത് തുപ്പുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉഴവുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ട കർത്താവിനെ നമ്മൾ കണ്ട വിലാപം കുത്തി തുറന്ന ആ കർത്താവിനെ ഇതെല്ലാം ചെയ്ത ശേഷം അവർ പറയുന്നത് പരിഹസിച്ച് തീർന്ന ശേഷം അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हम उस 27वां अध्याय में हम देखते हैं कि बहुत सारा तकलीफ और वेदना से को वहां पर गया। उन लोगों ने उसके ऊपर थूका, उसको मारा और सब प्रकार का बुरा अवस्था उस प्रभु को करके क्रूज पर लेकर गया। അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 25, 26 വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. പരിഹസിച്ച് നമ്മുടെ കർത്താവിനെ പരിഹസിച്ച് നിസാരനാക്കി തീർത്തു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और लूका का पुस्तक 23वां अध्याय में भी वहां पर भी हम देखते हैं कि वहां पर भी प्रभु को पूर्ण रीति से निंदित करके क्रूज पर लेकर जा रहा था। പ്രിയമുള്ള ദൈവജനമേ, हे प्रिय लोगों, प्रभु के लोगों, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നുവെങ്കിൽ, ഒരു ഇടയൻ കൊടുക്കുന്നുവെങ്കിൽ നമ്മളെ വീണ്ടും ഒന്നുമില്ലാത്ത പാപികളും ദോഷികളുമായ നിഷ്ഠുരമായും അറയ്ക്കപ്പെട്ടവരുമായിരുന്ന യാതൊരു വിധത്തിലും ഒന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് വരുവാൻ സാധിക്കാത്തവരായ നമ്മുടെ കർത്താവ് തന്റെ ജീവനെ തന്നെ നമ്മളെ വീണ്ടെടുത്ത ആ ജീവൻ തന്നെ നമ്മളെ ജീവൻ മറുവിലയായി കൊടുത്ത് നമ്മെ രക്ഷിച്ച, നമ്മൾക്ക് വേണ്ടി ജീവൻ കാൽവറി ക്രൂശിൽ തകർത്ത ആ വലിയവനായ ദൈവത്തെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ ഇടയാക്കിയത്, അവന്റെ പുത്രപുത്രന്മാരായി തീരുവാൻ ഇടയാക്കിയത് എത്തോ ഒരു ഭാഗ്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हम अपने आप को इस विषय में प्रभु ने हमारे लिए हमें बचाने के लिए इतना बड़ा कार्य उसने किया। हम जो बच भी नहीं सकते थे, हमारा कुछ योग्य भी नहीं था, लेकिन ऐसे अवस्थे में प्रभु ने अपने आप को नम्र होकर, जैसे एक चरवाहा अगर अपना भेड़ के लिए जान दे सकता है, तो हम जैसे पापी के लिए प्रभु ने इतना बड़ा कुर्बानी देकर, बलिदान देकर आया। इस विषय को देकर हमें कितना अधिक प्रभु को धन्यवाद देना चाहिए। നമ്മൾക്ക് വീണ്ടും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്. 10 का 14 में हम पढ़ते हैं, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वहां पर हम पढ़ते हैं कि अच्छा चरवाहा मैं हूँ, जिस रीति से पिता मुझे जानता है और मैं पिता को जानता हूँ, इस रीति से मैं अपने भेड़ को जानता हूँ। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആടുകളെ അറിയുന്ന ഒരു ഇടയനും ഇടയനെ അറിയുന്ന ആടുകളും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. यहाँ पर हमने पढ़ा है कि ऐसा एक चरवाहा जो अपने भेड़ को जानता है और ऐसा एक भेड़ जो अपना चरवाहा को जानता है। പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കർത്താവ് നമ്മളെ അറിയുകയും നമുക്ക് നമ്മുടെ കർത്താവ് അതുപോലെ നമ്മെ കർത്താവ് അറിയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. हम कितना अच्छा बात है जहां पर हम समझते हैं कि हमारा प्रभु हमें जानता है और हम प्रभु को जानते हैं। നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഉദാഹരണമായി നോക്കുമ്പോൾ യോസേപ്പിന്റെ സഹോദരന്മാരെ കുറിച്ച് നമ്മൾക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവർ ഇപ്രകാരം പറയുന്നുണ്ട്, ഞങ്ങൾ പരമാർത്ഥതയുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. यूसुफ के भाइयों के विषय में इस तरह का गवाही वो लोग देते हैं कि हम लोग एक सच्चा मन के लोग हैं।
അത് നമുക്ക് യോസേഫ് അത് കേട്ട് ഒരു പക്ഷേ ചിരിച്ചു കാണുമെന്ന് നമ്മൾ ഊഹിക്കാം. शायद हम लोग ऐसा सोच सकते हैं यूसुफ ने जब ये बात सुना कि अपना भाई लोग इस तरह अपना खुद का तारीफ कर रहा है तो यूसुफ ये सुनकर शायद हंसा होगा। കാരണം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ എത്രമാത്രം പരമാർത്ഥതയുള്ളവരാണ് എന്ന് യോസേഫിന് അറിയാം. क्योंकि वो लोग शुद्ध मन के है करके जब वो लोग बोलते समय में यूसुफ जानता था कि वो लोग सचमुच उनका दिल का अवस्था कैसा था। അവനെ പരിഹസിച്ചു, उसका निंदा उड़ाया, അവനെ നിന്ദിച്ചു. उसका निंदा करके उसका मजाक उड़ाया। നമ്മൾക്കറിയാം അവനെ ഏതെങ്കിലും വിധത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അവര് കാര്യങ്ങളെ നിരൂപിച്ചു. और हर एक रीति से कैसा भी करके इसको मार डाले ये वो लोग रास्ता ढूंढ रहे थे। അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടു. उसको एक कुएं में गिराया। അതും പോരാഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് കയറ്റി അവനെ വിറ്റു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. उतने में भी वो लोग तसल्ली नहीं थे, आगे चलकर उसको बेच दिया करके हम देखते हैं। നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തന്റെ സഹോദരന്മാർ തന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ പരമാർത്ഥതയുള്ള സഹോദരന്മാരാണ് എന്നവിടെ പറയുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. और ऐसा सब कुछ वो लोग करने के बाद वो लोग कहते हैं कि हम लोग सच्चे मन के लोग हैं। ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരീശിന്റെയും അതുപോലെ ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ നമ്മൾക്ക് അവിടെ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പരീശിന്റെ പ്രാർത്ഥന എപ്രകാരമാണ്, കാപട്യമുള്ള പ്രാർത്ഥന, അതുപോലെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. हम लोग लूका का पुस्तक में हम लोग फरीसी और चुंगी लेने वाले का प्रार्थना में हम देखते हैं समय में फरीसी कैसा कपटी रीति से प्रार्थना करता है। അവൻ നമ്മൾക്കറിയാം സ്വയം നീതീകരിക്കാൻ പരീശൻ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. और वहां पर फरीसी अपने आप को स्वयं रीति से धार्मिक करने को देख रहा था। സകലത്തിനും പതാരം കൊടുക്കുന്ന, സകലത്തിനും അവൻ നീക്കി വെക്കുന്ന, അവൻ ചുങ്കം കൊടുക്കുന്നവനാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്, ചുങ്കക്കാരനെ കുറിച്ച് നാം നോക്കുമ്പോൾ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് അവൻ കരഞ്ഞ് ഞാൻ ഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് അത് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और ये फरीसी प्रार्थना करते समय में कहता है कि मैं बहुत एक अच्छा आदमी हूँ। 12:18 का 12 में कहता है, लूका के में सप्ताह में 2 बार मैं उपवास करके और मैं जो दशवांश है मैं 2 बार देता हूँ। ये सब बोलने के बाद वो अपने आप को स्वयं धार्मिकता वहां पर करने का कोशिश कर रहा था, परंतु वो जो चुंगी लेने वाला व्यक्ति वो तो स्वर्ग की ओर ना देखते हुए कहता है, छाती पीट पीट कर कहता है कि हे परमेश्वर मैं पापी हूँ। ആ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും പിതാവ് അവനെ അറിയുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അവിടെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हम पढ़ते हैं कि इस रीति से हमारा चरवा हमें जानता है। ഇടയൻ ആടുകളെ അറിയുകയും ആടുകൾ ഇടയനെ അറിയുകയും ചെയ്യും. चरवा भेड़ों को जानता है और भेड़ चरवा को जानता है। നമ്മെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ നമുക്ക് കർത്താവിനെ അറിയാം. എന്നാൽ നമ്മെ കർത്താവ് അറിയുന്നു എന്നുള്ളത് എത്രയോ സൗഭാഗ്യമായ ഒരു കാര്യമാണ്. प्रियो, ये तो सच है कि हम प्रभु को जानते हैं, लेकिन प्रभु हमें जानता है करके इस विषय का कितना बड़ा गुण विशेषता है, कितना आनंद की बात है। അതുപോലെ നമ്മൾക്ക് അതിന്റെ അവസാനമായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 10-ന്റെ 16-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നുണ്ട്. और फिर 16 वाक्य में इस रीति से कहता है, അവിടെ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകുന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 16 पढ़ना। और मेरी और भी बेड़े हैं जो इस भेड़शाला की नहीं, मुझे उनका भी लाना अवश्य है, वे मेरा शब्द सुनेंगी, तब एक ही जोड़ और एक ही चरवाह होगा। അവിടെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആടുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ഇടയനെയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. और यहाँ पर एक ऐसा चरवाह को हम देखते हैं जो भेड़ों को इकट्ठा कर कर एक करता है। നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, നമ്മൾക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്, ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम जानते हैं कि हमें अलग गोत्रों से, अलग भाषाओं से, अलग अलग जगहों से हमें मोल लेकर हमें बचाया। എഫേസ്യ ലേഖനത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയും, കാല സമ്പൂർണ്ണതയിൽ അവൻ എല്ലാവരെയും ഒന്നിപ്പിക്കൂ എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. एफेसों में हम पढ़ते हैं कि എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് കാല സമ്പൂർണ്ണതയിൽ, एफेसों का पुस्तक में पढ़ते हैं कि समय का पूर्णता में वो हम सबको एक करता है।
നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ചിതറിക്കിടക്കുന്ന സകലരെയും അവൻ ഒന്നിപ്പിക്കും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और जो तितर बितर होकर दूर हुए हैं वो लोग सबको वो एक जगह पर एकत्र करेगा। ആടുകൾ ചിതറിപ്പോയാലും അവരെ ഒന്നിക്കും. मतलब भेड़ भले ही तितर बितर होकर दूर हो गए हो वो लोग सबको वो इकट्ठा करेगा। നമ്മളുടെ ബന്ധത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. हमारा विषय में देखा जाए तो കർത്താവ് നമ്മളെ ഒരു വിധത്തിലും ഒന്നിപ്പിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. मतलब हमारा अवस्था ऐसा है कि हम कभी भी उनसे एक नहीं हो सकता। ആടുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ഇടയനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. परंतु हम एक ऐसा चरवाह को देखते हैं जो सब भेड़ों को एक करता है, एक झुंड बनाता है। നമ്മുടെ ഇടയൻ നല്ല ഇടയനാണ്, ശ്രേഷ്ഠ ഇടയനാണ്, വലിയവനായ ഇടയനാണ് എന്ന് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हम पढ़ते हैं कि हमारा जो चरवाह एक श्रेष्ठ है, सबसे उत्तम है, सबसे ऊंचा है। തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന പോലെ നമ്മെ ഓരോരുത്തരെയും അവൻ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. जैसा एक चरवाहा अपने भेड़ों को नाम लेकर बुलाता है उसी रीति से हमारा प्रभु हमें नाम लेकर हमें बुलाता है। തന്റെ ആടുകളെ രക്ഷിക്കുന്ന ഒരു ഇടയനെ നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞു. एक ऐसा चरवाहा को हम देखते हैं जो अपना भेड़ों को बचाता है। തന്റെ ആടുകളോട് സംസാരിക്കുന്ന ഒരു ഇടയനെ നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞു. अपने भेड़ों से बात करने वाला एक प्रभु को हम देखते हैं। ആടുകളെ നന്നായി അറിയുന്ന ഒരു ഇടയനെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയൂ. भेड़ों को अच्छी तरह से जानने वाला एक चरवाहा। അതിലേറെ ഉപരിയായി നന്നായി നടത്തുന്ന ഒരു ഇടയനെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. और उतना ही नहीं एक अच्छा चलाने वाला एक अच्छा चरवाहा। തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ആ നല്ലിടയനും ശ്രേഷ്ഠ ഇടയനും വലിയ ഇടയനെയും നമ്മൾക്ക് പിൻപറ്റുവാനുള്ള ഭാഗ്യം കർത്താവ് കാലാകാലങ്ങളായി തന്നതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. प्रभु को धन्यवाद दे कि इतना समय तक एक अच्छा चरवाहा, एक श्रेष्ठ चरवाहा और सबसे ऊंचा और बड़ा चरवाहा के पीछे होने के लिए हमें मौका मिला। നക്ഷത്രങ്ങളുടെ പേർ ചൊല്ലി വിളിച്ച വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. एक ऐसा चरवाहा, एक ऐसा परमेश्वर जो सितारों को भी नाम रखकर और सब गिन के रखा है, ऐसा प्रभु को वो प्रभु हमें जानता है। ആടുകൾ അറിയുന്ന ഇടയനും ആടുകളെ അറിയുന്ന ഇടയനും അറിയുന്ന ഇടയനെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. बोला ऐसा चरवाहा जो अपने भेड़ों को जानता है और ऐसा भेड़ जो चरवाहा को जानता है। നമ്മെ നന്നായി അറിയുന്ന വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ പരമേൽപ്പിച്ച് നമ്മൾക്ക് നമ്മുടെ തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടു കൂടെ കഴിയുവാൻ വലിയവനായ ദൈവം ഇടയാക്കുമാറാകട്ടെ. हमारे प्रभु हमें सहायता करे कि जो ऐसा प्रभु जो हमें जानता है, हमें संभालता है, देखभाल करता है और उसी प्रभु का पीछे होने के लिए जो मौका मिला है ऐसा प्रभु में हम समर्पण करें। നമുക്ക് മുൻപായി നടക്കുന്ന ഒരു കർത്താവിനെ നമ്മൾക്ക് കാണുവാൻ കഴിയും. हमारे आगे चलने वाला एक प्रभु को हम देखते हैं। അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് വഴി ഇതാകുന്ന മകനെ ഇതിലെ നടന്നുകൊള്ളുവാൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. और जब हम ये रास्ता है, इस रास्ते से चलो करके ऐसा बोलने वाला, हमारे हृदय पर बताने वाला, बता के देने वाला एक प्रभु। ഈ നല്ല കർത്താവിനെ നമുക്ക് പിൻപറ്റാം. आओ इस अच्छा प्रभु का पीछे हो ले, അവന്റെ വഴികളിൽ കൂടി നടക്കാം. उनके रास्ते पर चले। നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ആത്മീയ നന്മകളാൽ നമ്മളെ നിറയ്ക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. हमारा सभी आत्मिक जरूरतों को जानने वाला वो प्रभु, उस प्रभु के पीछे पीछे हो ले ताकि हमारे जरूरत के विषय में वो हमें जानकर चलाकर हमें तृप्त रीति से संभाल कर रखता है। ऐसा प्रभु का, ऐसा चरवाहा का पीछे होते हैं। प्रभु का महिमा हो। എനിക്ക് ഈ സമയം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. मुझे इतना समय दिया भाई लोगों ने बात करने के लिए, उसके लिए धन्यवाद। प्रभु का महिमा हो। आमीन।